സ്വന്തമാകുന്ന റസ്മിൻ ഭായ് ആർമി സംഭവം അതിനകത്ത് അവരൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്റെ പിന്നീട് മൂപ്പന്റെ UTC മീഡിയ ഈ മൂന്നിലും തമ്മിൽ എടുത്തിട്ട് ഡീഗ്രേഡിംഗ് സ്റ്റാർട്ടർ. അപ്പൊ ബിഗ് ബോസ് സീസൺ 6 പറ്റിയിട്ടുള്ള കാര്യം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ തൊട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. ബിഗ് ബോസ് സീസൺ 6 പോണ കോമണേഴ്സ് അത് ശരിക്കും കോമണേഴ്സ് ആയിട്ട് തോന്നുന്നില്ല. ബിക്കോസ് അവർക്കൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് കാണുന്നത്. അപ്പോൾ ഒരിക്കലും അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. എനിക്കും ബേസിക്കലി അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. കാര്യം അവരുടെ പ്രൊഫൈൽ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അപ്പൊ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ, കാര്യം കോമണേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരൊക്കെയാണ്. കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലാത്തതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ മൂപ്പന്റെ രാജേട്ടന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റസ്മിൻ ബായ്, അതായത് അതിനകത്തോട്ട് പോകുന്ന കോമണേഴ്സിൽ ഒരു കൺസെന്റ് ആണ് റസ്മിൻ ബായ്. റസ്മിൻ ബായിയുടെ ഒരു ഫാൻ പേജ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഡീഗ്രേഡിംഗ് എന്നും പറഞ്ഞിട്ട് മൂപ്പന്റെ രാജേട്ടന്റെയും UTCയുടെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഇവർ ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതി ഇട്ടേക്കുന്നത്. കാര്യം ഷോ തുടങ്ങിയില്ല, അതിനകത്തോട്ട് ആരും കാല് വെച്ചില്ല. എന്തോന്നടേ, ലോഞ്ച് ഡേറ്റ് പോലും കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കണ്ടസ്റ്റൻസ് എല്ലാവരും ഫ്ലൈറ്റ് കയറി അങ്ങ് എത്തിയിട്ട് പോലും ഇല്ലായിരിക്കും. ഇപ്പോഴേ ഫാൻ പേജ്, ഇപ്പോഴേ ഡീഗ്രേഡിങ്. ഒരു ചെറിയൊരു സംഭവം കേട്ടപ്പോഴേ ഡീഗ്രേഡിങ് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ വലിച്ചു കീറും, ഉറപ്പായിട്ടും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പോഴേ ഈ പറയുന്ന ഡീഗ്രേഡിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് സ്വന്തം വില കൊണ്ടുവന്ന് കളയരുത് ഈ പരിപാടിയൊക്കെ കാണിച്ചിട്ട്. നിങ്ങളെ ഇപ്പോഴേ ഡീഗ്രേഡ് ചെയ്തിട്ട് പുറത്തിറക്കിയിട്ട് നമുക്ക് എന്ത് സാധിക്കാനാണ്? ഈ പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിനെ അല്ല ഒരിക്കലും നമ്മൾ കുറ്റം പറഞ്ഞത്. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് എന്തുകൊണ്ട് നടന്നു എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. കാര്യം ഇത്രയും നാൾ നമ്മൾ സീസൺ കണ്ടിട്ടുള്ളത്, കഴിഞ്ഞ സീസൺ തൊട്ടാണ് കോമണേഴ്സിനൊക്കെ അവസരം കിട്ടി തുടങ്ങിയത്. ആ കഴിഞ്ഞ സീസണിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഗോപിയോ എന്താ പറയണ്ടേ, 100% കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ. അതിനകത്ത് നമുക്ക് വേറെ ഒന്നും മാറ്റം നമുക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് തോന്നിയത് ഇവരുടെ പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നിയില്ല. അതിന് നമ്മൾ ഇവരെ ഡീഗ്രേഡ് ചെയ്തേണ്ട ആവശ്യം എന്താണ്? ഇവരെ പേഴ്സണലി കുറ്റം പറഞ്ഞു, അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷെ ഇവരിപ്പം കാണിക്കുന്ന ഈ പരിപാടിയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത്. ഇങ്ങനെയൊക്കെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ച് ഈ ഫാൻ പേജൊക്കെ കൈകാര്യം ചെയ്യുന്നവരടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കാതിരിക്കാൻ. ഇതിപ്പം പോകുന്നതിന് മുമ്പ് PR ടീമിനെ പോലെ സെറ്റ് ചെയ്തിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് രാജേട്ടന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. രാജേട്ടൻ ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? ഡീഗ്രേഡിങ് ആര് എപ്പോ എന്താണ് സംഭവം? എന്താണ് സത്യം പറഞ്ഞാൽ ഞാൻ മൂപ്പന്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ ഫാൻ പേജുകൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഫാൻ പേജാണ് ഈ പറയുന്ന രശ്മി ഭായ് ഒഫീഷ്യൽ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട്, റസ്മിൻ ഭായ് ഒഫീഷ്യൽ ഫാൻ പേജ് എന്ന് പറഞ്ഞിട്ട് സംഭവം. അതിനകത്ത് അവരൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്റെ പിന്നീട് മൂപ്പന്റെ UTC മീഡിയ ഈ മൂന്നിലും തമ്മിൽ എടുത്തിട്ട് ഡീഗ്രേഡിംഗ് സ്റ്റാർട്ടർ. അതായത് റസ്മിൻ ഭായിനെയും നിഷാനെയും നമ്മൾ ഡീഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അവരെങ്ങനെ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോന്ന്, ആര്, എപ്പോ, എങ്ങനെ, ആര് ഡീഗ്രേഡ് ചെയ്തു എനിക്ക് മനസ്സിലാവില്ല. എന്തോന്നറിയാം, തുടങ്ങണ്ടേ ഇത്? എന്തോന്നാണ് ഇതൊക്കെ പഴയ സ്റ്റൈലാണ് കേട്ടോ. ഇരവാദ മുഴക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ? അയ്യോ എന്നതാ ഡീഗ്രേഡ് ചെയ്ത് കൊല്ലുന്ന എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ, അല്ലെങ്കിൽ ഞാനിവിടെ ചോദ്യം ചെയ്തത് ഈ പറയുന്ന ഒരിക്കലും റസ്മിൻ ഭായിയോ അല്ലെങ്കിൽ നിഷാനെയോ അല്ല, മനസ്സിലായോ? അവരെ ഞാൻ ആരെങ്കിലും കുറ്റമൊന്നും പറയത്തില്ല. അവരിതിൽ ചിലപ്പോൾ അവർക്ക് ഇത് പങ്കയില്ലായിരിക്കും. ഞാൻ ഇവിടെ പറഞ്ഞത് ഏഷ്യാനെറ്റിനെയാണ് പറഞ്ഞത്. ഈ പറയുന്ന കോമൺ ഏഷ്യാനെറ്റിനെ തന്നെ ഇപ്പൊ സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്തവർ എന്ന് പറയുമ്പോൾ എന്റെ ഇതൊരു സാധാരണക്കാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായോ? അതാണ്, ഇത് സാധാരണക്കാരായിട്ട് നമുക്ക് ആർക്കും തോന്നുന്നില്ല. ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് രാജേട്ടനും മൂപ്പനും ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ വേറെ 2-3 പേര് മാത്രമേ ഉള്ളൂ അത് അങ്ങനല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറെ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് സംസാരിച്ചത്. എനിവേ, ഞാൻ സത്യം പറഞ്ഞ രാജേട്ടന്റെ മൂപ്പന്റെ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ ബി തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഒരു ഫാൻ പേജിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ തലൈവറ നീങ്കളാ എന്നൊക്കെ പറഞ്ഞ രാജേട്ടന്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് പുള്ളിക്കാരടുത്ത് ഞാൻ സംസാരിച്ചതുമില്ല. പക്ഷെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്തൊരു പൊട്ടത്തരമാണ് സത്യം പറഞ്ഞാൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. ഉള്ള കാര്യം പറയാമല്ലോ. അതേ കണക്ക് തന്നെ വേറൊരു കാര്യം പറയാം. ഇവരുടെ ഫാൻ പേജിനകത്ത് വേറൊരു കണ്ടസ്റ്റന്റിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് ഇനിയിപ്പോൾ അതിൻ്റെയും കൂടെ സപ്പോർട്ട് മേടിക്കാനൊക്കെയുള്ള പരിപാടിയായിരിക്കും എന്ന് കാണുമ്പോഴേ അറിയാം. കാര്യം അതൊക്കെ PR ടീമുകൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബുദ്ധിപരമായിട്ട് കളിക്കുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെ കാണിച്ചോട്ടെ, സ്വന്തമായിട്ട് നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ ഫാൻസിനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ
വേറെ ആരുടെയും ഫാൻസിനെയോ ആർമിയോ അവരെ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും അതിനകത്തോട്ട് കയറി ചെല്ലരുത്. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായി കഴിഞ്ഞാലേ ആരായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത്രയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. കാര്യം ഇപ്പം നിങ്ങളെ ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഈ നിഷാന പിന്നെ റസ്മിൻ ഭായ്, നിങ്ങളെ രണ്ടുപേരെ ഒരിക്കലും കുറ്റം പറയുകയോ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യുകയോ അങ്ങനല്ല. നമ്മൾ ഏഷ്യാനെറ്റിന്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, കോമണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് കാണിക്കുന്നത്? ഇത് ഇൻഫ്ലുവൻസേഴ്സ്, ഇതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ, ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് കോമണേഴ്സ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ട്. ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. മേ ബി എക്സാമ്പിൾ ഇപ്പം കമന്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവർക്ക് ഇപ്പോൾ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം അവരുടെ കയ്യിൽ മേ ബി യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന പോലെ ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ മൂപ്പൻ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ വെച്ചേക്കുന്ന ഞാൻ കേട്ടായിരുന്നു. അതിനകത്തൊക്കെ പറയുന്ന കറക്റ്റ് കാര്യമാണ്. നിങ്ങളത് മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യുകയോ എടുക്കുകയോ ഒന്നുമല്ല, അതിന്റെ ആവശ്യമില്ല. എന്തായാലും മൂപ്പന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മൂപ്പൻ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് തോന്നി. അതായത് കോമണേഴ്സ് കുറച്ച് 4000 ഫോളോവേഴ്സ് ഉള്ളവരെ അല്ലെങ്കിൽ കുറച്ച് പൈസ ഉള്ളവരൊന്നും സാധാരണക്കാരല്ലേ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. വ്യക്തമായ മറുപടി ഉണ്ട്. പക്ഷെ ആദ്യം ഇവിടെ വരാം. നിങ്ങൾ ആലോചിക്കണം, കോമണേഴ്സ് ആണോ ഇവരെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഏറ്റവും വ്യക്തമായ കയറുന്നതിന് മുമ്പ് തന്നെ PR ഇറങ്ങിക്കഴിഞ്ഞു. റസ്മിൻ ഭായി അപ്പൊ വളരെ കോമണറിൽ സാധാരണക്കാരായ ആളാണോ എന്നുള്ളത് ഇവിടെ കൊണ്ട് തീരുമാനിച്ചാൽ മതി. അവർക്ക് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇന്നലെ ഒത്തിരി പേര് ഈ കോമണേഴ്സ് വിഭാഗത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുള്ള അർഹതപ്പെട്ട ഒത്തിരി പേര് ഇൻബോക്സിലേക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു. അതിനകത്തൊരു പയ്യന്റെ വോയിസ് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ പറയാം, അവരിലെല്ലാം ബഹുഭൂരിപക്ഷ ആൾക്കാരും ഈ പറയുന്ന ഈ റസ്മിൻ ഭായി ആണെങ്കിലും മറ്റൊരു റൈഡർ മറ്റൊരു പുള്ളിക്കാരത്തി ആണെങ്കിലും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസിന്റെ അകത്തുള്ള അണിയറ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഇവരെങ്ങാനും ബിഗ് ബോസിന്റെ ഈ സീസണിലെ വിന്നർ ആയാലും സത്യം പറയാം നമുക്ക് ആർക്കൊന്നും വേറൊന്നും പറയാനില്ല. കാര്യം ഇവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുള്ള അഥവാ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കണേ, ചതി വഞ്ചന അതൊക്കെ ബിഗ് ബോസ് നമ്മുടെ തുടക്കത്തിൽ തന്നെ പ്രാരംഭത്തിൽ തന്നെ അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റസ്മിൻ ഭായ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നതിന് മുമ്പേ അവരുടെ ഫാൻ പേജിൽ ഉണ്ടായിരിക്കുന്നു. അപ്പം അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ഇവർക്ക് പരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പോലെ ഓഡീഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓഡീഷൻസിൽ പെർഫോമൻസ് അനുസരിച്ചാണ് എടുക്കുന്നത്. കാര്യം ഈ പറയുന്ന ഓഡീഷൻ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാര്യം ഓഡീഷനിൽ ഇപ്പം ഈ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്. കാര്യം 10 പേരൊക്കെയാണ് ഓഡീഷൻ ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് പിന്നെന്താണ്, നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മളെ എങ്ങനെ ആയിരിക്കും, നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ഷൈ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നോക്കിയിട്ട് അകത്തോട്ട് കയറത്തുള്ളൂ. ഈ പറയുന്നവർ വെറും മോശമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരൊരിക്കലും അങ്ങനെ കേട്ടത്തില്ല. അവർക്ക് തോന്നും എന്തെങ്കിലും ഇവരിൽ നിന്ന് കിട്ടും, ഇവർ കണ്ടന്റ് കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ള ആൾക്കാരാണെന്ന് എന്തെങ്കിലും കിട്ടിയിട്ടാണ് അവർ കേട്ടുന്നത്. അത് അവർക്ക് ഇനിയിപ്പോൾ അവരുടെ കഴിവോ കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ അവർ ബിബിക്കകത്ത് കാണിക്കട്ടെ, അതൊക്കെ. പക്ഷേ ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമണേഴ്സിന്റെ ഒരു രീതി വെച്ചിട്ട് ഇൻഫ്ലുവൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് കയറുന്നതും രണ്ടാണ്. കോമണേഴ്സ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരുടെ ഈ പറയുന്ന സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഓഡീഷൻ വിളിച്ചിട്ട് ഒരു സാധാരണ ആൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓക്കെ. പക്ഷേ ഇതിനകത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ, ഇവരൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്, ഇവർക്ക് അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ആരൊക്കെ ബന്ധമുണ്ട്. പിന്നെ ഇവർ അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഓഡീഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർ കയറുമെന്ന് പറയുമ്പോഴത്തേക്ക് കോമണേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡിന് ഒരു അർത്ഥമില്ലാതായി പോവുകയാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. അതാണ് മൂപ്പനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര നാറിയ പരിപാടി തന്നെയാണ്. എന്താണ് ആ ഷോയുടെ ക്രെഡിബിലിറ്റി കൊണ്ടുവന്ന് കളയുന്ന ഒരു പരിപാടിയാണ്. കാര്യം ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പ്രൊമോ ഇറക്കുക, അതിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ഉണ്ടാക്കി അയക്കുക, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ബാക്കിയോടെ ഒന്ന് കേട്ട് നോക്കാം. ഇനി ഇവരുടെ ആ ഒരു പേജിന്റെ അകത്ത് അതിനകത്ത് ഡീഗ്രേഡിങ് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ, ഇന്നലെയാണ് ഈ റസ്മിൻ ഭായിയുടെ സെറ്റപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടത്. അതിനകത്ത് എന്റെ തമ്മിൽ ഉടായ്പ എന്നുള്ള സംഭവം ആ ഒരു മൊത്തത്തിൽ ഇത് വെച്ചിട്ടുള്ള ആ ഒരു സാധനം, അതായത് ആ കോമണേഴ്സ് ലിസ്റ്റിലേക്ക് പോകാൻ ഇവർ അർഹതപ്പെട്ടവരാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ചോദിക്കും, ഇനിയും ചോദിക്കും. ബിഗ് ബോസ് തുടങ്ങി അപ്പോഴും ചോദിക്കും. യാതൊരു മാറ്റമില്ല. നീയൊക്കെ നിലവിളിക്ക് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞോ, സൈബർ ബുള്ളിങ്. ഇന്നലത്തെ ആ വീഡിയോയെ കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ കണ്ടസ്റ്റൻസിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്ഥലത്തേക്ക് അവരാണോ അർഹതപ്പെട്ടവർ, അവരെക്കാട്ടിൽ അർഹതപ്പെട്ടവർ പുറത്തില്ലേ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് വ്യക്തമായി വിശദമായിട്ട് തന്നെ സംസാരിച്ചു പോകണം.
രാജേട്ടന്റെ വീഡിയോയുടെ തമ്പനയില്, എന്റെ വീഡിയോയുടെ തമ്പനയില്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് മീഡിയയുടെ അവരുടെ തമ്പനയിലൊക്കെ വെച്ചിട്ട് സൈബർ ബുള്ളിങ് ചെയ്തെന്ന് പറഞ്ഞ ഇരവാദമൊക്കെ ഇപ്പോഴേ കൊണ്ടുവന്നു. ഇതൊന്നും താങ്ങാൻ പോലും പറ്റാത്തവരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിന്റെ അകത്തൊക്കെ പോയിട്ട് ബിഗ് ബോസിന്റെ അകത്ത് ഇനി കളിച്ച് കപ്പും കൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിട്ട് പോകുന്നത്. ഇതൊന്നും തുടക്കം പോലും ആയിട്ടില്ലല്ലോ, വിമർശനത്തിന്റെ ഒരു ചെറിയൊരു അംശം പോലും ആയിട്ടില്ല. അതുപോലെ താങ്ങാൻ വേണ്ടിട്ട് പറ്റാത്ത ഫാൻ പേജ് തുടങ്ങിയവര് ഇപ്പോഴങ്ങോട്ട് വിക്ടിം കാർഡ് ഇറക്കുവാണോ? ഒരു സ്ത്രീയാണേ, സ്ത്രീ ആയതുകൊണ്ട് ഇവന്മാരെല്ലാം കുറ്റം പറയുന്നത് എന്നുള്ളതാണോ വർത്തമാനം? കറക്റ്റ് കാര്യം. ഇതുപോലും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഷോയിൽ നേരെ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലും പറ്റില്ലെങ്കിൽ, ഇതിപ്പം നിങ്ങളുടെ അറിവ് കൊണ്ടാണെങ്കിൽ, ഈ പറയുന്ന VR പേജിനകത്തൊക്കെ നിങ്ങളുടെ അറിവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ ഷോയ്ക്കകത്ത് ഇത്രയും ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ അവിടുന്ന് ചാടി ഇറങ്ങി വെളിയിൽ വരുമല്ലോ. അങ്ങനെ ചോദിക്കത്തുള്ളൂ, ആരായാലും അങ്ങനെ തോന്നത്തുള്ളൂ. ഈ പറയുന്ന പുള്ളിക്കാരത്തി തന്നെ എല്ലായിടത്തും ഞാൻ BBLോട്ട് പോവുകയാണ്, എനിക്ക് വേണ്ടി ആർമി പേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിലെല്ലാം ഭയങ്കരമായിട്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട്. അതെന്റെ ഉറപ്പാണ്. അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഫാമിലി എല്ലാവരും. നമ്മളെന്താക്കുന്ന റസ്മിൻ ബായ് ആർമി. അതെ, ഞാൻ തന്നെ പറയുന്ന ഒരു അവസ്ഥയല്ലേ. ഞാൻ കാരണമല്ലേ, നമ്മള് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, മനസ്സിലായി? അത് നമ്മളെന്നെ വിചാരിക്കണം. അപ്പൊ അങ്ങനെ ആർമിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ മേ ബി അത് എന്താ പറയണ്ട, അതൊക്കെ ഒരിക്കലും നമുക്ക് അതൊരു കുറ്റമായിട്ടൊന്നും കാണാനായിട്ട് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. ഇവർ രണ്ടുപേരുമാണ് എന്തായാലും കണ്ടസ്റ്റൻസ് എന്ന് നമുക്ക് ആ പ്രൊമോ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് അവർ നോർമലി എല്ലാവരുടെ ഞാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും വലിയ തെറ്റൊന്നുമില്ല. അതിപ്പം BBക്ക് അകത്ത് കയറുമ്പോഴായാലും എല്ലാവരും വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ കയറുന്നത്. ഇവർ ഇത്തിരി നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു. അത് അതിനകത്ത് വലിയ തെറ്റായിട്ട് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കോമണേഴ്സിനെ പറ്റിയിട്ട് ഇപ്പം നടക്കുന്ന ചർച്ചയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.